ഒക്സാലിസ് ട്രയാങ്കുലാരിസ്. പേര് കേട്ട ഓടല്ലേ? നിങ്ങളിപ്പോൾ കാണുന്ന ഈ കുഞ്ഞൻ പർപ്പിൾ കളറിലുള്ള ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഒരു അലങ്കാര ചെടിയായിട്ടാണ് സാധാരണയായി നമ്മൾ ഈ ചെടിയെ ഉപയോഗിച്ചു വരുന്നത്. ഈ ചെടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിൻ്റെ ഇലയുടെ ആകൃതിയും അതിൻ്റെ കളറുമാണ്. എന്ത് ഭംഗിയാണല്ലേ അത് കാണാൻ. ഈ ചെടിയെ ഒരു കുഞ്ഞു മാജികകാരനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, രാവിലെ വിരിഞ്ഞു നിന്ന ഇലകളും പൂക്കളും ഒക്കെ രാത്രിയായപ്പോൾ കൂമ്പി നിൽക്കുന്നത്. ഒരു കുഞ്ഞു മാജിക്ക് അറിയാവുന്ന ഒരു കുഞ്ഞു ചെടിയാണ് നമ്മുടെ മുൻപിലുള്ളത്. സൂര്യപ്രകാശത്തിനനുസരിച്ചാട്ടോ ഈ ഇലകളും പൂക്കളും അടയുകയും വിരിയുകയും ചെയ്യുന്നത്. വീണ്ടും മെലിഞ്ഞ തണ്ടുകളുടെ അറ്റത്തായിട്ടാണ് നമുക്ക് ഇലകളും പൂക്കളും കാണാൻ സാധിക്കുന്നത്. ഈ ചെടിക്ക് ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമില്ല. അതുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചെടിയെ വെക്കാൻ പാടില്ല. അതുപോലെ അധികം വെള്ളവും ഈ ചെടിക്ക് ആവശ്യമില്ല. അതിൻ്റെ മുകളിലുള്ള മണ്ണ് വരണ്ട് കിടക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം അതിലേക്ക് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ചെടിക്ക് ചെറിയ രീതിയിൽ വിഷാംശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെടി ഭക്ഷ്യയോഗ്യമല്ല. സൗത്ത് അമേരിക്കയിലെ ബ്രസീലാണ് ഈ കുഞ്ഞൻ ചെടിയുടെ ജന്മദേശം. പക്ഷേ ഇതിൻ്റെ ഈ ഭംഗി കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചെടിയുടെ ഇലകളും പൂക്കളും അടയുകയും തുറയുകയും ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ. ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേര് പ്ലാന്റ് സ്ലീപ്പ് മൂവ്മെൻറ്റ് എന്നാണ്. ഇതിൻ്റെ ഇലകൾ രാത്രി അടയുന്നത് തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ജലനഷ്ടം കുറയ്ക്കാനും ചില ജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും കൂടിയാണ്. ലക്കി പ്ലാന്റ് എന്നും ഈ ചെടിക്ക് പേരുണ്ട് കേട്ടോ. ഈ ചെടിയെ സമൃദ്ധിയുടെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി ചില സ്ഥലങ്ങളിൽ കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തിനാ വൈകുന്നേ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ ചെടിയെ സമ്മാനിക്കൂ.